ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. Hi, Sensei. ഹായ്. Hi. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇത് യൂട്യൂബിലും പബ്ലിഷ് ചെയ്യും. കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഗ്രേറ്റ്. നമ്മൾ ഈ ഒരു 15 മിനിറ്റ് നമ്മൾ ഇരിക്കാൻ പോകണം. ഈ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് ഒരു സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കും അത്? ലൈഫിൽ ഒരു പേർപ്പസ് വേണമെന്ന് പറയില്ലേ സാർ എപ്പോഴും? ആ പേർപ്പസ് ഇപ്പോ ഏതാണ്ട് ഞാൻ ഇപ്പൊ ഏതാണ്ട് ക്ലാരിറ്റി ഇല്ല ഇപ്പൊ എനിക്ക്. പക്ഷെ ഒരു പേർപ്പസ് എന്തായാലും ലൈഫിൽ വേണം എന്ന് ഞാൻ ആഗ്രഹിക്കും. ഓക്കെ, ഗ്രേറ്റ്. പേർപ്പസ്, അപ്പൊ ആ പേർപ്പസ് എന്താണ്, ആ ക്ലാരിറ്റി കുറെ ഇപ്പോഴും എനിക്കുണ്ട്. അത് എന്താന്ന് trying to write my goals, but I'm not trying to reach the no issues at all. No issues at all. No issues at all. Mark Twain പണ്ട് പറഞ്ഞിരുന്നത്, the 2 most popular days are the day you were born and the second was the day when you came to know why you were born. അല്ലേ? സംടൈംസ് വാട്ട് ഹാപ്പൻസ്, നമ്മൾ ജീവിച്ച് പോകുന്നുണ്ടാവും, നമുക്കൊരു പർപ്പസും എന്താണെന്ന് പോലും, എന്തിനാ ജീവിച്ചെന്ന് പോലും അറിയുണ്ടാവില്ല. ചിലവരുണ്ട് ബിസിനസ് ചെയ്യും, പക്ഷെ എന്തിനാ ബിസിനസ് ചെയ്യുന്നത് പോലും അറിയുണ്ടാവില്ല. എം ഐ റൈറ്റ്? സോ പർപ്പസ് ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇപ്പം എനിക്ക് നിങ്ങളുടെ ഇത് ചോദിക്കായിരുന്നു, വിരോധം ഇല്ലെങ്കിൽ നിങ്ങൾ പേരൊന്നും പറയേണ്ട, സ്ഥലം പറയേണ്ട, ഏജ് എത്രയെന്ന് പറഞ്ഞുതരാമോ എനിക്ക്? 37. ഓക്കെ, ഫൈൻ, താങ്ക് യു. അപ്പം നമ്മൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു കോൾ എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു തോന്നൽ വരില്ല. ചിലപ്പം ചെറുപ്പത്തിൽ തന്നെ വരും ചിലർക്ക്. ഓക്കെ, ചിലർക്ക് പ്രായം ചെന്നിട്ടായിരിക്കും വരില്ല. ചിലപ്പോൾ 50 വയസ്സായിട്ടും ചിലർക്ക് വന്നിട്ട് പോലും ഉണ്ടാവില്ല. അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കാണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പർപ്പസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നാണ് ഏറ്റവും ബെസ്റ്റ് ഡേ ടു ഫൈൻഡ് ഔട്ട് യുവർ പർപ്പസ്. ചൈനീസ് പറഞ്ഞ ഒരു വാക്കുണ്ട്, the best day was 20 years back, but the next best day is today, so you have to start today. So ഇവിടെ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ പേർപ്പസ് ഐഡന്റിഫൈ ചെയ്യുക, ക്ലാരിറ്റി കൊണ്ടുവരാന്നുള്ളത്. am I right? Yes. Okay. ഇതുകൊണ്ട് നിങ്ങൾക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? Tell me what are the 3 benefits that you will get out of this? ഇപ്പൊ ഞാൻ ഒറ്റപ്പെട്ടു കഴിഞ്ഞാലും, ജീവിതത്തിൽ എവിടെയൊക്കെ ആണെങ്കിലും ഒറ്റപ്പെട്ടു കഴിഞ്ഞാലും എനിക്ക് എന്റെ മുന്നിൽ ആ പേർപ്പസ് ഉണ്ടാവും. അതിനെ ഞാൻ ഫോക്കസ് ചെയ്ത് ജീവിക്കും. ബ്യൂട്ടിഫുൾ. ഇതിനെന്താ പറയാന്നറിയോ? എന്താ പറയാ? ലൈറ്റ് ഹൗസ് എന്ന് പറയാം. ഇതിനെയാണ് ലൈറ്റ് ഹൗസ് എന്ന് പറയാം. അറിയാത്തവർ മനസ്സിലാക്കുക, എഴുതി വെക്കുക. ലൈറ്റ് ഹൗസ്. നമുക്ക് എപ്പോഴും നമ്മൾ തോൽക്കണം എന്നുള്ള, അല്ലെങ്കിൽ ലക്ഷ്യം വിട്ടൊരു കപ്പലിൻ്റെ കപ്പിത്താനാന്ന് വിചാരിക്കുക, എല്ലാ സ്ഥലത്തും ഇരുട്ടാന്ന് വിചാരിക്കുക, ഇങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത ഒരു ദിവസം, ഒരു സമയത്ത് ഇരുട്ട് കൂടിയ ദിവസം, ഒരു കപ്പലിന് യാതൊരു എഞ്ചിനോ ഒന്നും വർക്കില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത, ദിക്കറിയാത്ത സമയത്ത് എവിടുന്നോ ദൂരത്ത് നമുക്കൊരു പ്രകാശം കാണുന്നുണ്ട്. ആ പ്രകാശം, അതാണ് ലൈറ്റ് ഹൗസ്. ആ ലൈറ്റ് ഹൗസാണ് പർപ്പസ്. ശരിയല്ലേ? താങ്ക് യു. ഓക്കെ, ഗ്രേറ്റ്. സോ നിങ്ങൾക്ക് നിങ്ങൾ ഡള്ളായിട്ട് നിൽക്കുമ്പോൾ, മോട്ടിവേറ്റഡ് അല്ലാത്ത ദിവസം ഈ ഒരു പർപ്പസ് ആയിരിക്കും നിങ്ങൾക്ക് ശരിക്കും മോട്ടിവേറ്റ് ചെയ്യുക, നിങ്ങളെ ശരിക്കും അപ്ലിഫ്റ്റ് ചെയ്യുക. ഇസ് ഇറ്റ് കറക്റ്റ്? അതാണ് പർപ്പസ്. ഓക്കെ. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താന്ന് പറയാമോ? ഇത് ഇപ്പൊ ആരൊക്കെ നമ്മൾ എത്ര ബിലൗഡ് ആണെങ്കിലും, ഇപ്പൊ പാരന്റ്സ് ആവട്ടെ, നമ്മളോട് ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്നവർ, അവരൊരു കാലത്ത് ഇപ്പൊ നമ്മള് ഒറ്റപ്പെടുത്തിയാലും നമുക്ക് നമ്മുടെ ഫോക്കസ് അതും ഇന്റഗ്രിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഡിമോട്ടിവേറ്റഡ് ആവില്ല. ആബ്സല്യൂട്ട്ലി. കാരണം നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനും പറ്റില്ല. കാരണം എല്ലാവരും വ്യത്യസ്ത സാഹചര്യം കൂടെ പോകും. നമ്മുടെ പാരൻസ് വ്യത്യസ്ത സാഹചര്യം കൂടെ പോകും. നമ്മളെ മക്കളുണ്ടെങ്കിൽ തന്നെ മക്കൾ വ്യത്യസ്ത സാഹചര്യം കൂടെ പോകും. അവർ കല്യാണം കേൾക്കും, അവർക്ക് അവരുടേതായ ഫാമിലി ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് നമ്മൾ ടേക്ക് കെയർ ചെയ്യാൻ പറ്റില്ല. അവരെ തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത് ചെയ്യാം. അവർക്ക് ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല എപ്പോഴും. ഡു നോട്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം യുവർ കിഡ്സ് ഓർ ഫ്രം എനിബഡി എൽസ്. ആ എക്സ്പെക്ടേഷൻ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമ്മൾ അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് പോകും. സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു പോകും. അവിടെയാണ് നമ്മൾ ആ ഒരു കോൾ പർപ്പസ് നമുക്ക് സപ്പോർട്ട് ചെയ്യല്. ദാറ്റ് ഈസ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മളെ പാരൻസിനെ തന്നെ ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ മക്കളുടെ സപ്പോർട്ട് ഉണ്ടാവില്ല. കാരണം you start believing in yourself, your strength, because you have got something to move forward and look forward. Am I right? Yes. Okay, great. Right, so ഇപ്പോൾ നിങ്ങളുടെ ഈ പേർപ്പസിൻ്റെ ഒരു പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, വാട്ട് ഈസ് യുവർ പേർപ്പസ് ഇൻ ലൈഫ് റൈറ്റ് നൗ?
My life, I have to get a job now. എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യാൻ എനിക്കൊരു ആദ്യം അത് അത് വേണ്ടി എനിക്ക് എന്തെങ്കിലും മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ ഫസ്റ്റ്. ഓക്കെ, സോ ഫസ്റ്റ് ഇസ് ദാറ്റ് നിങ്ങൾ സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ജോബ് കിട്ടുക, അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് നെക്സ്റ്റിലേക്ക് പോകാൻ പറ്റുക. am I right? യെസ്. ഓക്കെ, ഡിഡ് യു വർക്ക് ഇൻ യുവർ ലൈഫ് ബിഫോർ? ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടോ ജോബ് പോയിട്ട്? ഇല്ല, ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ വർക്ക് ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ Okay. എനിക്ക് നിങ്ങൾക്ക് എല്ലാ ജോബ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ചെയ്തില്ല. ഓപ്പർച്യൂണിറ്റീസ് പുറത്തു പോകാനുള്ളതില്ല. പക്ഷെ അല്ലാതെ വീട്ടിലിരുന്ന് ഇപ്പൊ ഗവൺമെന്റ് ജോബൊക്കെ എനിക്ക് ചെയ്യാൻ ഒരു മാരീഡ് ലൈഫ് കഴിഞ്ഞപ്പോ അവര് പെർമിഷൻസ് അങ്ങനെയുള്ളത് ചെയ്ത് തന്നിട്ടുള്ളൂ. അങ്ങനെ ഒരു അതൊക്കെ പരമാവധി ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ടൊക്കെ പഠിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നുള്ളത്. അതെ, റെസ്ട്രിക്ഷൻസ് ഉണ്ട് ലൈഫ്. ഓക്കെ, അത് ഹസ്ബൻഡ് മാരീഡ് അല്ല, ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നാണോ? അതെ, അവിടെ ഓക്കെ, ഗ്രേറ്റ്. ഒന്നും പറയണ്ട കേട്ടോ, ഹസ്ബൻഡിനെ കുറിച്ചൊന്നും പറയണ്ട, സ്ഥലമൊന്നും പറയണ്ട. അപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്, അതിന്റെ കാരണം പുറത്ത് പോയി പഠിക്കാൻ പറ്റില്ല. ഇസ് ഇറ്റ് കറക്റ്റ്? ഞാൻ ഇതൊക്കെ പഠിത്തമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ജോബ് പുറത്തു പോയി ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻസ് ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ ഇത് ഇത്രയും കാലം കല്യാണം കഴിഞ്ഞ എത്ര വർഷമായി? ഒരു 13 years. 13. ആ 13 yearsന്റെ ഉള്ളിൽ നിങ്ങൾ ഓൺലൈനിൽ ഇരുന്നിട്ട് നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അത് ഞാൻ അങ്ങനത്തെ ജനറേഷൻ അങ്ങനത്തെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനത്തെ. ഒന്നില് ഞാൻ നോക്കി, പക്ഷെ അതിലൊക്കെ പാളിപ്പോയി. പിന്നെ ട്രേഡിങ്ങിൽ നോക്കി, അതിലും ഞാൻ തോറ്റപ്പോ പിന്നെ എനിക്ക് അതിന്റെ ആ ട്രസ്റ്റ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞു ഓൺലൈനിൽ എന്തോ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതെന്തായിരുന്നു? ഇത് തന്നെയാണോ? അതൊരു ലൈസൻസ്ഡ് കമ്പനി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് എനിക്ക് തോന്നുന്നു കുറെ പേര് അങ്ങനെ ഇപ്പൊ ഞാൻ ഒരു കോവിഡ് സമയത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യണതായിരുന്നു. കാരണം ഇൻസ്റ്റ എല്ലാവരും പറയുന്നത് വേസ്റ്റ് ഓഫ് ടൈം ആണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യില്ലായിരുന്നത് ഇൻസ്റ്റാഗ്രാം. പക്ഷെ ഞാനൊരു കമ്പ്യൂട്ടർ MCA ഗ്രാജുവേറ്റ് ആണ്. ഇൻസ്റ്റ ഒന്നും നോക്കാത്ത ഒരാളെന്നൊക്കെ പറയുമ്പോൾ ഒരു അപ്ഡേറ്റഡ് അല്ലാത്ത ഒരാളായപ്പോഴല്ല തോന്നിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നോക്കി. പക്ഷെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻസ്റ്റയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ അതങ്ങനെ ഫോളോ ചെയ്ത് പോയി. അപ്പൊ അതിലെപ്പോഴാണ് ഇങ്ങനെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടത്, ട്രേഡിങ്ങിനെ കുറിച്ച്. അതുവഴിയാണ് ഞാൻ അങ്ങനെ ട്രേഡിങ്ങിനെ കുറിച്ച് അറിഞ്ഞത്. പക്ഷെ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തെല്ലാം എനിക്കൊരു ട്രസ്റ്റ് വർത്തി അല്ലാത്ത പോലെ തോന്നി. ഓക്കെ, ഞാനൊരു ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും എനിക്ക് അറിയില്ല. ഐ എം നോട്ട് ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. കാരണം ചിലർ അതിൽ പൈസ ഉണ്ടാക്കും, ചിലർ അതിൽ നഷ്ടം ഉണ്ടാവും. അത് എല്ലാത്തിലും ഉണ്ട്. am I right? ഏത് ജോബിലും ഏത് ബിസിനസ്സിലും അതിൻ്റെ മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്. അതിനൊക്കെ വേണ്ടത് നമുക്ക് നോളജ് ഉണ്ടായിരിക്കണം, നമുക്ക് സ്കിൽ ഉണ്ടായിരിക്കണം. am I right? നോളജ് സ്കില്ല് ഉള്ളവർ ചിലപ്പോൾ വിജയിച്ചു പോകും, നോളജ് സ്കില്ല് ഇല്ലാത്തവർ അതിൽ പരാജയപ്പെടും ചെയ്യും. സോ വി ആർ നോട്ട് ഹിയർ ടു ബ്ലെയിം എനിത്തിങ്, കാരണം അതിനുള്ള അർഹത എനിക്കില്ല. അതാണ്. സോ ലെറ്റ്സ് കം ബാക്ക് ടു യുവർ സ്റ്റഫ്. അപ്പം യു വോണ്ട് ടു ഗെറ്റ് എ ജോബ്, ബട്ട് യു ആർ നോട്ട് പെർമിറ്റഡ് ടു ഗോ ഔട്ട്സൈഡ് ആൻഡ് വർക്ക്. ഇസ് ഇറ്റ് കറക്റ്റ്? നിങ്ങൾക്ക് ജോബ് വേണം, പക്ഷെ പുറത്ത് പോയി ജോബ് ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ നിങ്ങൾ വീട്ടിൽ നിന്ന് കിട്ടില്ല. ഓൺ വൺ കണ്ടീഷൻ ഈസ് ഒരു ഗവൺമെന്റ് ജോബ് ആണെങ്കിൽ യു ക്യാൻ ഗോ. ഓക്കെ, ഗവൺമെന്റ് ജോബ് ആർക്കെങ്കിലും ലോകത്ത് ഗ്യാരണ്ടി പറയാൻ പറ്റും നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബ് കിട്ടും എന്നുള്ള? അതിന് നമ്മൾ തന്നെ വർക്ക്ഔട്ട് ചെയ്യണം. വർക്ക്ഔട്ട് ചെയ്താലും ഞാൻ നിങ്ങളെ ഇത് ചെയ്യല്ല, ഡീമോട്ടിവേറ്റ് ചെയ്യല്ല. നമ്മൾ എത്ര തന്നെ വർക്ക്ഔട്ട് ചെയ്താലും അതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് ഗവൺമെന്റ് ജോബിനാണെങ്കിൽ. ഞാൻ വർക്ക്ഔട്ട് ചെയ്തു, പക്ഷെ അതും അവിടെയും ഒരുപാട് നമ്മൾ വാസ്റ്റ് ആയിട്ട് പഠിക്കണമല്ലോ. അത് അത്രയും ഞാൻ വാസ്റ്റ് ആയിട്ട് പഠിച്ചിട്ടും ഞാൻ അത് ഒരു LPS ഞാൻ ക്രാക്ക് ചെയ്തു. അപ്പോഴും എനിക്ക് ക്വാളിഫിക്കേഷൻ TTC അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയായി. അപ്പൊ അത് ക്രാക്ക് ചെയ്തില്ലെങ്കിലും പിന്നെ LDC എഴുതി. പക്ഷെ LDC എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവം, ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം. പക്ഷെ അത്രയും ഒരു 10th ബേസ്ഡ് ആണ്. അതുപോലെ ഞാൻ എഴുതി നോക്കി. പക്ഷെ അതൊക്കെ ഒന്നും കിട്ടാതെ പോയപ്പോ വലിയ ഒരു ഡിപ്രഷൻ. ഫസ്റ്റ് ഞാൻ ഡിപ്രഷൻ, ഒരു ചെറിയ ഡിപ്രഷനിൽ പോയത്. അപ്പൊ പിന്നെ ഞാൻ ഡിപ്രഷനിൽ പോയി? നിങ്ങളെ പറഞ്ഞില്ല, ഡോക്ടറാ പറഞ്ഞേ? അല്ലേ, ഞാൻ എന്നെ സ്വയം പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് വെറുതെ ഇതാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ ഡിപ്രഷനിലാണെന്നൊക്കെ പറയും. കുട്ടികളൊക്കെ ഇപ്പൊ ഡിപ്പിലാണുള്ളത്. വെറുതെ അതൊന്നും പറയാൻ നിൽക്കരുത്. നിങ്ങൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞ് അത് ഡിപ്രഷനിലേക്ക് പോകണ്ട. കാരണം ഇത് വെറുതെ ഒരു വാക്ക്, ഇപ്പം പണ്ടൊന്നും കേൾക്കാത്ത ഒരു വാക്കായി ഡിപ്രഷൻ എന്നുള്ളത്. ഞാനൊക്കെ 1998 ഫസ്റ്റ് ഡിപ്രഷൻ. കാരണം ഞാൻ ആ കൺട്രിയിലായിരുന്നു, അവിടെ തണുത്ത ഒരു കൺട്രി ആയിരുന്നു, അവിടെയാണ് ഡിപ്രഷൻ ഉള്ളത്. അവിടെ നിന്ന് ഡിപ്രഷനുള്ള പദം ഞാൻ കേട്ട്. ഇപ്പം ചെറുപ്പക്കാരെല്ലാവരും പറഞ്ഞു. അപ്പോൾ സോ ഡോണ്ട് പുട്ട് ദാറ്റ് ഇൻ ടു യു. ഞാൻ ചോദിക്കേണ്ട ഒരു 2-3 കാര്യങ്ങൾ.
നമ്പർ 1, നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബ് കിട്ടും എന്നുള്ള 0 to 10 എത്ര നിങ്ങൾക്ക് ഉറപ്പുണ്ട് കിട്ടും എന്നുള്ള? ഇപ്പൊ പഠിക്കുന്ന കാലത്തായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിപ്പോയേനെ. അപ്പൊ പഠിത്തം കാലത്തും കഴിഞ്ഞു പോയി. ഡോണ്ട് ഗോ അതെ. ബാക്ക്. ഇന്നത്തെ തീയതി നോക്കാം. ഓക്കെ, ഇത് ഇപ്പൊ ഞാനൊരു 2025. മദറാണ്. ഇന്ന് ഇവിടെ ഇന്ന് ഒരു ജോയിന്റ് ഫാമിലിയിൽ മെമ്പറാണ്. ഓക്കെ, ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഇപ്പോഴത്തെ ആക്ച്വാലിറ്റി എന്നാ പറഞ്ഞത്, ഈ ആക്ച്വാലിറ്റി വെച്ചിട്ട് ഇപ്പൊ എനിക്ക് എത്ര തോന്നില്ല. ഇപ്പൊ 0 to 6 ആണെങ്കിൽ 6 പറ്റുള്ളൂ എനിക്ക്. എത്ര എനിക്ക് അല്ല 0 to 10 എത്ര കോൺഫിഡന്റ് ആണ് നിങ്ങളുടെ? 6, 7. ഓക്കെ, 6 to 7. ഓക്കെ, ഇത് ആര് നിങ്ങൾക്ക് ഈ ജോബ് തരില്ല? നിങ്ങൾ ഉണ്ടാക്കണോ അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ല തരേണ്ടത്? കേരള ഗവൺമെന്റ് തരണം. ഓക്കെ, അതിന് വേക്കൻസി വേണ്ടേ? വേക്കൻസി വേണം. ഓക്കെ, വേക്കൻസി വേണം. അതിന് ഒരു ബേസിക് നോളജും എക്സ്പീരിയൻസും വേണ്ടേ? അതെ. അത് ക്രാക്ക് ചെയ്യണ്ടേ? എക്സ്പീരിയൻസ് വേണമെന്നില്ല, നോളജ് നന്നായിട്ട് വേണം. ഓക്കെ, അത് ക്രാക്ക് ചെയ്യണ്ടേ? എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണ്ടേ? അതെ, ക്രാക്ക് ചെയ്യണം. ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. അതിൽ മുമ്പ് വന്നാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉറപ്പ് പറയാൻ പറ്റും ഇത് കിട്ടുന്നുള്ള? ഒരു ഉറപ്പില്ല. ഉറപ്പല്ലേ? അത് ഉറപ്പല്ലേ? ഞാൻ ഓരോരോ ബ്രിക്ക് സെറ്റ് ചെയ്ത് പോകണം. അപ്പൊ അത് ഉറപ്പില്ല. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. യു അഗ്രി? അപ്പൊ നിങ്ങൾ 7 8 10 നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഗ്രോ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് യാതൊരു ഉറപ്പില്ല, ആർക്കും തന്നെ ഉറപ്പില്ല അത് ജോബ് കിട്ടുന്നുള്ളത്. യു അഗ്രി? സോ വാട്ട് നെക്സ്റ്റ് എന്ന് ചോദിക്കാം. വാട്ട് നെക്സ്റ്റ്? ഓക്കെ, ഇഫ് ദാറ്റ് ഇസ് നോട്ട് ദേ, അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കണ്ടേ? കേരള ഗവൺമെന്റ് ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ജീവിക്കണ്ടേ? അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ എന്താ ഉള്ളത്? പിന്നെന്ന് പറഞ്ഞാൽ എന്റെ ഫാമിലിയിൽ ഞാൻ മാത്രമാണ് നാട്ടില് മാരീഡ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അബ്രോഡാണ്. ഓക്കെ. Only one, yeah. I have only a brother, and he's also abroad. Okay. And alhamdulillah, he's in the Abu Dhabi government. Okay. My question is not that. My question is, what is that you will do if you want a job? പിന്നെ GCC-ലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായ കാര്യം. പക്ഷെ GCC-ലാണെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ആരും, എന്റെ ഈ ഇൻലോസിൽ ആരും GCC-ലല്ല. ഇവരങ്ങനെ താല്പര്യപ്പെടാത്ത ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ അവർ പോയി തുടങ്ങി. കാരണം ഇവര് നിങ്ങൾ കൺവേഴ്സേഷൻ ഡൈവേർട്ട് ചെയ്യണ്ട. ലെറ്റ് മീ ബ്രിങ് യു ബാക്ക് ടു ദ കൺവേഴ്സേഷൻ. നമ്മൾ തുടങ്ങിയത് പർപ്പസ് വെച്ചിട്ടാണ്. എനിക്ക് GCC-ൽ വർക്ക് ചെയ്യാൻ നമ്മൾ തുടങ്ങിയത് പർപ്പസ് ആണ്. നിങ്ങൾ പറഞ്ഞത് നമ്മൾ ഫസ്റ്റിൽ തുടങ്ങിയ പർപ്പസ് വെച്ചിട്ട്. നിങ്ങൾ തുടങ്ങി കഴിഞ്ഞപ്പം പിന്നെ പർപ്പസ് പോയി ജോബായി. ജോബായി പിന്നെ അത് ഗവൺമെന്റ് ജോബായി. ഇപ്പൊ യു എ ഒക്കെ ഹെഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് നിർത്താം, ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ജോബാണോ നിങ്ങൾ നോക്കണത്, അല്ല പർപ്പസ് ആണ് നോക്കുന്നത്? അപ്പൊ പർപ്പസും ജോബും തമ്മിൽ യാതൊരു കണക്ഷൻ ഇല്ല. അതില്ല. അപ്പൊ നമ്മൾ അതാണോ, വാട്ട് ഇസ് ദാറ്റ് യു വാണ്ട് ടു ടോക്ക് ഹിയർ? ഈ ഒരു സെഷനിൽ പർപ്പസ് ആണോ സംസാരിക്കേണ്ടത്? ഓക്കെ. അപ്പൊ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരാളുടെ പേര് പറയാമോ? വളരെ പർപ്പസ്ഫുൾ ആയിട്ട് നിങ്ങൾ അറിയാവുന്ന ഒരു ലീഡർ ആരെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ വളരെ പർപ്പസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ഒരാളെ പേര് പറയാമോ? എന്നെ ഇപ്പൊ അടുത്ത് ഞാൻ ഭയങ്കരമായിട്ട് സോളിറ്റ്യൂഡിലായപ്പോൾ എന്റെ ഒരു പേഴ്സണൽ മെന്റർ ഉണ്ട്. ഐ ലവ് ഹർ. ഓക്കെ, പറഞ്ഞോ. She's a purposeful, I think, and a very successful person. Okay. So what are the differences that she has got from you? നിങ്ങളെക്കാൾ വ്യത്യാസമായിട്ട് അവർക്ക് എന്താ ഉള്ളത്? She's very confident, and she's very confident. She's younger than me also. I think she doesn't know that much about me. ഇപ്പൊ ഇത്രയും ചെറിയൊരു വയസ്സുകൊണ്ട് തന്നെ ഒരുപാട് വായിച്ച്, ഒരുപാട് നല്ല അറിവ്, ഇത്രയും അതൊക്കെ ലൈഫിൽ ഏറ്റവും നേടാവുന്ന ഏറ്റവും നല്ലൊരു പർപ്പസ് ആണ് എനിക്ക് തോന്നുന്നത്. എന്നെ പോലെ തന്നെയല്ല, എന്നെ പോലെ ഒരാൾ ഇത്രയും ഒറ്റപ്പെട്ടു പോയപ്പോ എന്നൊക്കെ പൊക്കിക്കൊണ്ടുവരാൻ കാണിക്കാൻ ആ ധൈര്യം, ഒരു മനസ്സൊക്കെ അവർക്ക് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും അറിവ് അവർക്ക് നേടാൻ പറ്റിയല്ലോ. എനിക്ക് നോളജ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ഒരു അങ്ങനത്തെ അറിവുകളൊക്കെ നേടാൻ, അങ്ങനത്തെ ഒരു സീക്ക് ചെയ്യാനുള്ള ഇതൊക്കെ എനിക്ക് പണ്ട് ഇഷ്ടമാണ്. പക്ഷെ അതൊന്നും ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയിട്ടില്ല. അത് പഴയതല്ലേ, ഇപ്പൊ പുതിയതായി നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടല്ലോ. അതല്ല നിങ്ങൾ എന്നോട് സംസാരിക്കണത് ഇങ്ങനെ. അതെ, അതുകൊണ്ടാണ് സാറിനെ എത്തിപ്പെട്ടത്. അതെ, സാർ എന്നുള്ള വിളിയില്ല കേട്ടോ, ഇവിടെ എന്റെ പേര്.
സോ ലെറ്റ്സ് വർക്ക് ഔട്ട് ഓൺ ദിസ് വൺ. ഈ ഒരു 15 മിനിറ്റിനുള്ളിൽ എനിക്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കൊണ്ടുവരണം ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ സഹായിച്ചാലേ നടക്കുള്ളൂ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാനൊരു ആൻസറും തരാൻ പോകുന്നില്ല, ഞാൻ സ്പൂൺ ഫീഡും ചെയ്യാൻ പോകുന്നില്ല, എല്ലാവർക്കും അറിയാതെ. Yeah. സോ ടെൽ മീ, what is that you're going to do differently than you have never done that before? എങ്ങനെയാണ് ആൾക്കാർ ഇങ്ങനെ ചോദിക്കട്ടെ? ഇപ്പൊ ഒരു ഇൻഫ്ലുവൻസർ ഓക്കെ, ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. ലെറ്റ്സ് സേ നമുക്ക് എല്ലാവർക്കും മരിക്കണ്ടല്ലേ? നിങ്ങൾക്ക് മരിക്കണം, എനിക്കും മരിക്കണം. അപ്പോൾ മരിച്ചു കിടക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഓർക്കാം. ഓക്കെ, മരിച്ചു കിടക്കുന്ന സാഹചര്യം, അവിടെ വന്നിട്ടുള്ള ജനങ്ങളൊക്കെ ആ ഒരു ബോഡി കണ്ടിട്ട് എന്ത് വേണം പറയാൻ? അതാണ് പേർപ്പസ്. എന്ത് വേണം പറയാൻ? എന്തായിരിക്കും പറയേണ്ടത്? നല്ലൊരു മനുഷ്യനായിരുന്നു. ഓക്കെ, ആ നല്ലൊരു മനുഷ്യൻ നല്ലൊരു പെൺകുട്ടിയായിരുന്നു അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ പറയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോറി എന്തെങ്കിലുമൊക്കെ ലോകത്ത് നല്ല കാര്യങ്ങൾ ഒരുപാട് പേര്. അപ്പൊ അങ്ങനത്തെ എന്ത് കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? അങ്ങനത്തെ എന്ത് കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? നല്ല അറിവുകൾ എത്തിച്ചു കൊടുക്കാൻ പറ്റണം. നല്ല ഒന്നും കൂടെ, നല്ല അറിവ് എത്തിച്ചു കൊടുക്കാൻ പറ്റണം, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? എസ്പെഷ്യലി ലേഡീസ്. ഓക്കെ, അതിനെന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? അത് ചെയ്യണ്ടോ ഇപ്പൊ? ഞാൻ ഇപ്പൊ നോളജ് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ വിശ്വസിക്കണ്ട, ദ മോർ യു ടീച്ച് ദ മോർ യു ലേൺ എന്നുള്ള അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ ചെറുപ്പം മുതലേ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് സെൻസേറിയുടെ അടുത്ത് ചെറുതായിട്ട് ട്യൂഷനൊക്കെ എടുത്തിരുന്നു. അന്ന് മുതൽ എന്റെ ഫാദർ പറഞ്ഞിരുന്ന ഒരു കാര്യം, നീ എത്രത്തോളം പഠിപ്പിക്കുമ്പോള് അത്രേ മോള് പഠിക്കുള്ളൂ. നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ? അതെ, മുന്നേ ഞാനൊരു എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ, കാരണം ഒരുപാട് ആൾക്കാർ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ ഔട്ട് ഓഫ് ദാറ്റ്. സോ എന്റെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദാറ്റ് യു ക്യാൻ ടീച്ച് ആൻഡ് വെൻ ക്യാൻ യു ടീച്ച്? എന്താ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുക? ഇപ്പൊ എന്റെ കയ്യിൽ കണ്ടന്റ് എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റുഡൻസിനൊക്കെ പറ്റുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ നോളജുകളേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് മറന്നുപോയി സബ്ജക്റ്റുകളൊക്കെ, കോർ സബ്ജക്ട്സ് ഒക്കെ ഞാൻ മറന്നുപോയി. ഓക്കെ, രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമ്പർ 1, നിങ്ങൾക്ക് എന്ത് അറിവാണ് നിങ്ങൾക്ക് പകർത്തി കൊടുക്കാൻ പറ്റുന്ന അറിവ് എന്താ ഉള്ളത്? ദാറ്റ്സ് വൺ. ആൻസർ പറയണ്ട, എന്താ ഉള്ളത്? ആ ഒരു അറിവിന് ഇന്ന് ഡിമാൻഡ് ഉണ്ടോ മാർക്കറ്റിൽ? ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഡിമാൻഡ് കുറവാണ്. കാരണം ഇപ്പൊ എന്റെ സറൗണ്ടിങ്സ് നോക്കിയാൽ തന്നെ എല്ലാവരും ഓഫ്ലൈൻ ചെയ്യുന്നതാണ്. ഇവിടെ ഓഫ്ലൈൻ ആണ് ഭയങ്കര. അപ്പൊ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കണ്ട, വീണ്ടും ചിന്തിക്കുക. നിങ്ങൾ വാട്ട് ഈസ് ദാറ്റ് യു ക്യാൻ ഡെവലപ്പ്? നിങ്ങൾക്ക് പാഷൻ ഉണ്ടായിരിക്കണം, ഇന്നത് എനിക്ക് ചെയ്യണം, അത് പഠിപ്പിക്കണം എന്നുള്ള പാഷനുള്ള എന്താണ് ഒരു ടോപ്പിക്, സബ്ജക്റ്റ്, വാട്ട് ഈസ് ദാറ്റ്? ഇൻഡസ്ട്രി ആയിക്കോട്ടെ, നീഷ് ആയിക്കോട്ടെ, അതിനൊരു ഡിമാൻഡും വേണം. കാരണം നിങ്ങൾ ഇൻകം കിട്ടണ്ടേ? അല്ല വെറുതെ ഫ്രീ ആയിട്ട് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇൻകം കിട്ടണം. അപ്പൊ ഇൻകം കിട്ടുന്ന മാർക്കറ്റ് പ്ലേസിൽ ഇത്തിരി ഡിമാൻഡുള്ള ഒരു സബ്ജക്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുമാണ്, അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റും. അത് കൂടുതൽ ആൾക്കാർ പഠിപ്പിക്കാത്ത കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ലേഡീസ് എന്നുള്ള ആ ഒരു സെഗ്മെന്റിലും വേണ്ടി മാത്രം പഠിപ്പിക്കണമായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണ് അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളടുത്തുള്ളത്? എനിക്ക് ബുക്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. റീഡിങ് പ്രൊമോട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണ്, റീഡിങ് പ്രൊമോട്ട് ചെയ്യണം. പക്ഷെ ആൾക്കാരത് വാങ്ങിക്കുമോ നിങ്ങൾ എഴുതുന്ന? ഞാൻ എഴുതിയ ബുക്സ് അല്ല. ഐ ഗോട്ട് ഇറ്റ്. ലെറ്റ്സ് സേ എനിക്കൊരു 1000 ബുക്ക്, ഞാൻ എല്ലാ മാസം ഓരോ ബുക്ക് വായിക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കാം. എനിക്കിഷ്ടമാണ്, പക്ഷെ അതുകൊണ്ട് എനിക്ക് പൈസ കിട്ടുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. അല്ല, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ബുക്സ് എന്തെങ്കിലും കുട്ടികൾ ഇപ്പൊ വായന വളരെ കുറവുള്ള ഒരു കാലമല്ലേ. എന്തിനാണ് ഞാൻ ചാലഞ്ച് കേട്ടോ? എന്തിനാണ് നിങ്ങളെ ഞാൻ എ എന്ന് വിളിക്കട്ടെ, മിസ്സസ് എന്റെ അടുത്തേക്ക് എന്തിനാ വരുന്നത്? ഇവിടെ വേറെ സോഫ്റ്റ്വെയറും ആപ്പും ഒക്കെ ഉണ്ടാവും, കുക്കു FM പോലത്തെ ഉണ്ടാവുമ്പോൾ ഞാൻ എന്തിനാ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്? കുക്കു FMന്റെ കാര്യം പറഞ്ഞതാണ്. ഞാൻ സത്യം പറഞ്ഞ അതിനെ കുറിച്ചുള്ള ആഡ്സ് ഒക്കെ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ എനിക്ക് അങ്ങനത്തെ ഓഡിയോ ബുക്സ് ഞാൻ കേൾക്കാറില്ല. എനിക്ക് വായിക്കുന്ന ബുക്സിനോടുള്ള ഒരു ഇതല്ലാതെ എനിക്ക് ബുക്സ് എപ്പോഴും നോക്കി വായിക്കുന്നതാണ് ഇഷ്ടം.
ഓക്കെ, ഇത് നിങ്ങളെ ടേസ്റ്റാ പറഞ്ഞിട്ടുള്ളത്, അതെന്റെ നിങ്ങളെ ടേസ്റ്റ്. നിങ്ങളെ ഇൻട്രസ്റ്റാ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങളെ ഇൻട്രസ്റ്റ് എല്ലാം നോക്കേണ്ടത് കൺസ്യൂമറിന്റെ, കസ്റ്റമറിന്റെ, മാർക്കറ്റിന്റെ ഇൻട്രസ്റ്റാണ് നോക്കേണ്ടത്. എനിക്ക് ഞാൻ അതിലൊരു ക്ലാരിറ്റി ചോദിച്ചോട്ടെ. ബുക്സ് നോക്കി വായിക്കുന്നതിലും ഉം. ഈ ഓഡിയോ ആയിട്ട് കേൾക്കുന്നതിലും ഏതാ എഫക്റ്റീവ്? അത് രണ്ടും നോക്കി. എഫക്റ്റീവാ. ചിലർക്ക് വായിക്കാൻ പറ്റില്ല, കണ്ണ് കാണാത്ത ഒരാളാന്ന് വിചാരിക്കാം. കണ്ണ് കാണാത്ത അതെ, ഒരാളാണെങ്കിൽ ഓക്കെ. ഓക്കെ, അയാൾ കേട്ടിട്ടല്ലേ പഠിക്കല്. ഞാൻ Am I right? കേട്ടിട്ടുള്ളത്. അപ്പോൾ ചിലവർക്ക് കേട്ടിട്ടായിരിക്കും, ചിലവർക്ക് വായിച്ചിട്ടായിരിക്കും. എനിക്ക് രണ്ടും പറ്റും, എനിക്ക് രണ്ടും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കൂടുതൽ ചിലർക്ക് കേൾക്കാനായിരിക്കും ഇഷ്ടമുണ്ടാവുക, ചിലർക്ക് വായിക്കാനായിരിക്കും. ആ റീഡിങ് ഹാബിറ്റും കൂടെ വളരാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ വായിക്കുന്നുണ്ടാവും. സോ ഇറ്റ് ഡിപ്പെൻസ്. നമുക്ക് ഏതാ നല്ലത് ഏതാ നല്ലതല്ലാത്തൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല കേട്ടോ എന്ത് ചെയ്യുന്നുള്ളത്. എന്നാ രണ്ടാണെങ്കിലും അതെ, ഓഡിയോ ബുക്സ് ആണെങ്കിലും അതവര് കുട്ടികൾ വായിക്കണം. അവരത് അങ്ങനത്തെ ബുക്സിനെ കുറിച്ചൊക്കെ അന്നവേ. അതിന് ഡിമാൻഡ് ഉണ്ടാന്ന് ചോദിക്കുന്നത്. ഏത് വയസ്സുള്ള കുട്ടികൾ ഇത് കേൾക്കാൻ നിങ്ങൾ ഓഡിയോ? ലേഡീസ് ആണെങ്കിൽ, ഇപ്പോഴത്തെ ലേഡീസ് എനിക്ക് തോന്നുന്നില്ല, ഇപ്പോഴത്തെ ലേഡീസ് ആവട്ടെ ഒരു 40-50 അങ്ങനെയുള്ളവരെ പോലും ബുക്സ് വായിക്കുന്നില്ല. അല്ലേ? ഓക്കെ, മനസ്സിലായി. അത് നിങ്ങളുടെ ബുക്സ് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾ പിന്നെ എന്തിനാ നിങ്ങളുടെ ബുക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയോ കേൾക്കാൻ വരുന്നത് ചോദിക്കണം. അതിന് മാർക്കറ്റിന് വലിയ ഡിമാൻഡ് ഉണ്ടോയെന്ന് ചോദിക്കണത്. ഇല്ല. ഇപ്പൊ ഞാൻ അപ്പോൾ പിന്നെ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ അറിവ് കൂടിയെന്ന് വരും, പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, എനിക്കറിയില്ല, നിങ്ങൾ തന്നെ പറയാം. ഇല്ല. ഡിമാൻഡ് ഇല്ലാത്ത സാധനം ആൾക്കാർ വാങ്ങിക്കുമോ? പക്ഷെ ജനങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് നന്നായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളെന്ന് വിചാരിക്കുക. അതെ, ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളെന്ന് വിചാരിക്കുക. അത് വളരെ തണുത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ ആ ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതേസമയം നല്ല ചൂടുള്ള സ്ഥലത്ത് ആ ബിസിനസ് നന്നായിട്ട് വർക്കൗട്ട് ആവൂലേ? അതെ, അവിടെ കാരണം ഡിമാൻഡ് മാറുന്നുണ്ട്, ഓരോ സ്ഥലത്ത് ഡിമാൻഡ് മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു XYZ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നിങ്ങൾ ലോഞ്ച് ചെയ്യുമ്പോൾ അവിടെ അതിനൊരു ഡിമാൻഡ് വേണ്ടേ? അല്ലേ? ഓക്കെ, അപ്പം ഈ ഒരു കാര്യത്തിന് ഡിമാൻഡ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ തീരുമാനിക്കണ്ടെങ്കിൽ നമുക്ക് അതിൽ വർക്കൗട്ട്, ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തോ നോക്കേണ്ടി വരും. അപ്പൊ വേറെ എന്തെങ്കിലും നമ്മൾ വേറെ നിഷ് വേറെ എന്താ നിഷ? നിങ്ങളുടെ അടുത്തുള്ള എന്താണ്? നിങ്ങൾ പറഞ്ഞു എനിക്ക് അറിവ്, ഞാൻ പറഞ്ഞു മരിച്ചു കിടക്കുന്നു, ഞാൻ പറഞ്ഞു നേരത്തെ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ തന്നെ ഓക്കെ, ക്രാക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഒരുപാട് പറയുന്നേക്കാം. അവര് ഒരുപാട് ഒരു ഫേസിൽ അവർ ഡീമോട്ടിവേറ്റഡ് ആവും. കുറെ പഠിച്ച് പെട്ടെന്ന് മറക്കും. കുറെ പഠിച്ചിട്ട് അവർക്ക് എന്താ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? അപ്പോ ഞാനൊരു ഓൺലൈൻ ട്യൂട്ടർ, ഞാനും ഇതുപോലെ. അപ്പൊ സാറ് ഇതുപോലെ പറഞ്ഞ ഡീമോട്ടിവേറ്റ് ആകുമ്പോൾ നിങ്ങൾ ചില മോട്ടിവേഷൻസ് ഒക്കെ കേൾക്കുക, സ്വയം സെൽഫ് മോട്ടിവേറ്റഡ് ആക്കി നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യണം. അല്ലാതെ ഒരിക്കലും ഡീമോട്ടിവേറ്റഡ് ആവരുത്. കാരണം ഇതൊരു കോമ്പറ്റീവ് എക്സാം, ഇത് ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ അങ്ങനെ സെൽഫ് മോട്ടിവേറ്റഡ് ആക്കണം. എന്തെങ്കിലും മോട്ടിവേഷണൽ വീഡിയോസ് എന്നിട്ട് അങ്ങനെ തന്നെ ഞാൻ കുറച്ച് എന്റെ ക്വസ്റ്റ്യൻ, ഓക്കെ, അത് നിങ്ങൾ സാറ് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്? വാട്ട് ക്യാൻ യു ഡു ഫോർ ദാറ്റ്? ഇപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ഒക്കെ, അങ്ങനത്തെ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യണേ. ഇപ്പൊ നീറ്റ് ആവട്ടെ, JEE ആവട്ടെ. You're going out of the track. My question is, what is that you can do? അത് അവിടെ നടക്കുന്നുണ്ട്, നീറ്റും എല്ലാം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? What can you do for the pain? See, നമ്മൾ 3 കാര്യം അറിയേണ്ടത് വളരെ സിമ്പിൾ. ഞാൻ എല്ലാവരോടും പറഞ്ഞ ഇത്, ശരിക്ക് ഓൺടർപ്രനേഴ്സിനോട് ഞാൻ പറഞ്ഞ, CEOസിനോട്. What is the pain? Who is going through the pain? And what is the solution that you can provide for the pain? ഇത്രേ ഉള്ളൂ. എന്താണ് പെയിന് മാർക്കറ്റിൽ, ആർക്കാണ് പെയിന്, അതും അറിഞ്ഞിരിക്കാം. മൂന്നാമത്തെ, നിങ്ങൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാം, പെയിൻ സൊല്യൂഷൻ നിങ്ങൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാം. ഇത് 3 നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു എന്നുള്ള. നിങ്ങൾക്ക് ഇവിടെ ഇപ്പോഴും നിങ്ങൾക്ക് അത് പിടുത്തം കിട്ടുന്നില്ല. So my question back to you is, what is that you can give? എനിക്ക് ക്യാമറ ഫിയർ നന്നായിട്ടുണ്ട്. ഞാൻ ഫിയറിനെ പറ്റി ഞങ്ങൾ ചോദിച്ചിട്ടേ ഇല്ല. ഫിയറിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടേ ഇല്ല. ഞാൻ ചോദിക്കണത് നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്ന ചോദിക്കണത്. ഫിയറിനെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. What is that you can provide? What is that you can provide? Some motivational videos. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാൻ, അത് കാണാൻ ഉള്ള ആൾക്കാരുണ്ടാവോ? എങ്ങനെ നിങ്ങൾ റവന്യൂ ജനറേറ്റ് ചെയ്യും? അല്ലെങ്കിൽ അത് ഫ്രീ ആയിട്ട് ചാരിറ്റി ആയിട്ട് കൊടുക്കാനാണോ ആഗ്രഹിക്കുന്നത്? അല്ല, ഫ്രീ ആയിട്ടല്ല. അപ്പൊ നിങ്ങൾ അവിടെ ശരിക്കും നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. Am I right? അപ്പൊ അതിനൊരു ഡിമാൻഡ് ഉണ്ടായിരിക്കണം, റൈറ്റ്? അത് വാങ്ങിക്കാനുള്ള ആൾക്കാരുണ്ടായിരിക്കണം. Is that correct?
Yeah. എങ്കിൽ മാത്രമേ നിങ്ങൾ അത് പോവുള്ളൂ, വാങ്ങിക്കുള്ളൂ. അതെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ആ, നിങ്ങൾ എവിടെയെന്ന് പറയണ്ട, ഒരു ജില്ല പറഞ്ഞ, ഏത് ജില്ലയിലാന്ന് പറഞ്ഞാൽ മതി. the most competitive എറണാകുളം. ഓക്കെ, എറണാകുളത്ത്. ഇപ്പം എറണാകുളത്ത് എത്ര പേര് നിങ്ങൾ അറിയും? എന്നെ ഇവിടെ ആരും അറിയില്ല. ഞാൻ പുറത്തിറങ്ങാറില്ല. അതെ. അപ്പോൾ നിങ്ങളുടെ ഒരു വീഡിയോ ആരെയും വാങ്ങിക്കണമെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ, പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയുള്ള ആദ്യം പുറത്തേക്ക് വരണ്ടേ? അതെ. അത് വരാതെ നിങ്ങൾ എങ്ങനെ അത് പ്രതീക്ഷിക്കണം ആരെയും ഒന്ന് വാങ്ങിക്കും എന്നുള്ളത്? യു ആർ ഗെറ്റിംഗ് മീ? ഇത് ഞാൻ പറയുമ്പോൾ ഒരിക്കലും പേഴ്സണലായിട്ട് എടുക്കരുത്. ബട്ട് ഇറ്റ്സ് എ ഫാക്ട് ദാറ്റ് ഐ എം ടോക്കിംഗ് അബൌട്ട്. ഞാൻ ഇങ്ങരുടെ എന്റെ ഇന്നയാളുടെ വൈഫാന്നൊക്കെ പറഞ്ഞ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ അറിയാമായിരിക്കും. ഓക്കെ, പക്ഷേ ആൾക്കാർക്ക് അതല്ല. ചിലപ്പം ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു ഐഡന്റിറ്റി ഇല്ല ഇവിടെ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യണ്ടേ? അതെ. ഞാൻ ഇന്ന ആളുടെ മകനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ, എൻ്റെ ടീച്ചറായിട്ടുള്ള ലെസ്ബ്രോൻ്റെ മക്കള് അവർ ഈ ഒരു ഫീൽഡിൽ ഇത്ര ഷൈൻ ചെയ്യാൻ പറ്റിയില്ല അവർക്ക്. ഞാൻ ലെസ്ബ്രോൻ്റെ മകളാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായി? നമ്മൾക്കൊരു കഴിവ് പുറത്തേക്ക് വന്നാൽ മാത്രമേ ആൾക്കാർ നമ്മളെത്ത് വാങ്ങിക്കുള്ളൂ. Am I right? Yes. So what is that you can provide? എന്താ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക? ആ കൊടുക്കാൻ പറ്റുമെന്ന് തീരുമാനിക്കണേക്കാൾ, അത് മൂന്നാമത്തെ ചോദ്യം, എന്താ കൊടുക്കാൻ പറ്റുക. കൊടുക്കാൻ പറ്റുന്നേക്കാളും മുമ്പ് നിങ്ങൾ ചോദിക്കേണ്ടത് എന്താണ് ജനങ്ങൾക്ക് വേണ്ടതെന്നുള്ളതും ആർക്കാണ് വേണ്ടതെന്നുള്ളതും. ജനങ്ങൾക്ക് എന്താ വേണ്ടത്? പെയിൻ എന്താണ്? ആരാണ് ഈ ജനങ്ങൾ? അതാണ് നീഷ് എന്ന് പറയാം. എന്നിട്ടാണ് നിങ്ങളെ സൊല്യൂഷൻ വരുന്നത്, മൂന്നാമത്തെ സൊല്യൂഷൻ വരുന്നത്. ഇപ്പം നിങ്ങൾ ഈ ഒരു സെഷനിൽ വന്നു, എൻ്റെ ഈ സെഷനിൽ വന്നു, ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ജനങ്ങൾക്ക് ക്ലാരിറ്റി കൊടുക്കുന്ന ആൾ, ലീഡർഷിപ്പ് ത്രൂവിൽ കൂടെ ക്ലാരിറ്റി കൊടുക്കുന്ന വ്യക്തി. അതാണ് എൻ്റെ പ്രൊഡക്റ്റ്. മനസ്സിലാവുണ്ടോ? ഞാൻ നോക്കുന്ന ആർക്കാണ് പെയിൻ ഉള്ളത്, ആരാണ് സ്റ്റക്കായിട്ടുള്ള ആൾക്കാർ. മനസ്സിലായോ? സ്റ്റക്കായിട്ടുള്ള ഓൺടർപ്രനേഴ്സ്, അല്ലെങ്കിൽ പ്രൊഫഷണൽസ്, അല്ലെങ്കിൽ ഇത് ആസ്പയറിംഗ് ആയിട്ടുള്ള ആൾക്കാർ, അവരെയാണ് എൻ്റെ പെയിന്. അതിൽ കൂടെ അല്ലേ നിങ്ങളിപ്പോൾ ഇവിടെ വന്നത്? ഡു യു അഗ്രി ടു ദാറ്റ്? സോ എൻ്റെ വളരെ ക്ലിയർ ആണ്, എൻ്റെ നീഷ് വളരെ ക്ലിയർ ആണ്, എൻ്റെ ഒബ്ജക്റ്റീവ് വളരെ ക്ലിയർ ആണ്. ഫാമിലീസിനാണെങ്കിലും ഒരുപാട് സഫറിങ്സ് ഒക്കെ അനുഭവിക്കുന്ന പേരുണ്ടാവും. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും ആറ്റിറ്റ്യൂഡ്, അവന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ വീഡിയോസ് അതൊക്കെ പ്രൊമോട്ട് ചെയ്യാലോ. ഓക്കെ, നിങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ എന്റെ പറഞ്ഞ ലൈഫിൽ ഞാൻ തന്നെ my question, can you do videos, family videos ചെയ്യാൻ പറ്റുമോ നോക്കുന്നത്? നിങ്ങളെ കഥകൾ ഉണ്ടാവും, ഷുവർ ആണ്, പെയിൻഫുൾ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലതായിരിക്കാം. ഐ എം നോട്ട് ആസ്കിങ് ദോസ് ക്വസ്റ്റ്യൻ. മൈ ക്വസ്റ്റ്യൻ ഈസ്, can you produce videos for the families? Yes or no? ഇല്ല, ഇപ്പൊ ഞാൻ തന്നെ ക്യാമറയുടെ മുന്നിൽ കുറച്ച് ഞാൻ സംസാരിക്കും. ക്യാമറ അപ്പൊ forget about that. അപ്പൊ അത് മറന്നു കളയാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഫേസ്ലെസ് വീഡിയോസ് ഉണ്ട്, അത് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ വോയിസ് കൊടുക്കാൻ പറ്റുമോ? നോക്കാന്നല്ല, നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലൈക്ക് ഓക്കെ, ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞ പോലെ കൺഫേംഡ് അല്ല. ഞാൻ ചാലഞ്ച് ചെയ്യണം നിങ്ങളെ. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് റിസ്ട്രിക്ഷൻ ഉണ്ടാവും, ചിലപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള റിസ്ട്രിക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഫാമിലി റിസ്ട്രിക്ഷൻ, ഫാമിലി ആയിരിക്കാം. ഓക്കെ, സോ I want you to think, നിങ്ങൾ ഫേസ് ക്യാമറ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം. ഇപ്പോഴും ഞാൻ നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾക്ക് എവിടെയെന്നൊന്നും എനിക്കറിയില്ല. അപ്പം നമ്പർ 1, നിങ്ങൾക്ക് ക്യാമറ ഫേസ് ചെയ്തിട്ടുള്ള സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആരും തിരിച്ചറിയാൻ പോണില്ല. നിങ്ങൾ വേറെ എത്രയോ ആൾക്കാർ നമുക്ക് വോയിസ് ഓവർ ആർട്ടിസ്റ്റുകൾ കിട്ടും. ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ AI ടൂള് പോലും ഉണ്ട്. അപ്പോൾ AI ടൂൾ അല്ലെങ്കിൽ ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റിനെ വെച്ചുകൊണ്ട് നിങ്ങൾ അത് ഓഡിയോ റെക്കോർഡ് ചെയ്താൽ നിങ്ങൾ ആരും തിരിച്ചറിയാൻ പോകുന്നില്ല, ഇത് ഏതോ ഒരാൾ പറഞ്ഞായിരിക്കും. ഇപ്പൊ എന്റെ വോയിസ് തന്നെ ഞാനിപ്പോ സംസാരിക്കാൻ തന്നെ എനിക്കൊരു ധൈര്യം തന്നത് ഇപ്പൊ ഞാൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു പേഴ്സൺ. So I want you to rethink. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പ്രയാസമായിരിക്കും. ഓക്കെ, ഈ ഒരു ഇൻഡസ്ട്രിയിൽ, വേറെ കാര്യത്തിലല്ല കേട്ടോ, ഈ ഒരു കേസിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് ഇത്തിരി പ്രയാസം ഉണ്ടാവും. അപ്പോൾ ദ ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് ദാറ്റ് യു വോണ്ട് ടു ചേഞ്ച്, വാട്ട് ഈസ് ദാറ്റ് യു ക്യാൻ ചേഞ്ച്? എങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പറഞ്ഞ പർപ്പസും ജോബും എല്ലാം കിട്ടുള്ളൂ. അതായത് സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവ് ആയാലും എനിക്കല്ലേ പർപ്പസ് ചെയ്യാൻ പറ്റുള്ളൂ.
അങ്ങനല്ലേ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് അതിനനുസരിച്ച്. സോഷ്യൽ മീഡിയയിൽ തീരെ ഇല്ലാത്ത ആൾക്കാർ എത്ര അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയക്ക് ഇന്നും ഇന്നലെ വന്നതില്ല, അതിനു സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരില്ലേ, പേർപ്പസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരില്ലേ. ഉണ്ട്. ഓക്കെ, സോ സോഷ്യൽ മീഡിയ ഇസ് സംതിങ് ഡിഫറെൻറ്റ്. ഡോണ്ട് ടേക്ക് സോഷ്യൽ മീഡിയ. ഞാൻ ചോദിക്കണം, നിങ്ങൾ പർപ്പസ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുക? സെൻസിനെ പോലെ ഒരാള് പിന്നിലുണ്ട്. ഇയാളുടെ മോട്ടിവേഷൻ, ഇയാളുടെ സപ്പോർട്ടാണ്. ഞാൻ സെൻസയുടെ മോട്ടിവേഷൻ ക്ലാരിറ്റിയോട് കൂടി തന്നെ സംസാരിക്കുന്നത്, അല്ലാതെ എന്റെ സ്വന്തം ഐഡിയാസ് മാത്രം അല്ല അതില് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കുറച്ചൊരു ഫോളോവേഴ്സ് കിട്ടുമായിരിക്കും. അങ്ങനെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യരുത്. ഡിപ്പെൻഡ് ചെയ്യില്ല. ആദ്യമൊക്കെ പക്ഷെ എന്റെ മാത്രം ടോക്സ് കേൾക്കാൻ അല്ല, അങ്ങനെ ചെയ്യണ്ട. എന്റെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവര് ഫാമിലി പോലും ഇപ്പൊ പറയും, നീ സംസാരിച്ച മൊത്തം ഫ്ലോപ്പ് ആവുള്ളൂ, നിനക്ക് എന്താ അതിൽ കുറച്ചൊരു നോളേജ് ഇല്ല. നീ ഞാൻ അവരെ ഒരു ചെറുതായിട്ടെങ്കിലും മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കി അവർ പറയും അത് മൊത്തം ഫ്ലോപ്പ് ആവുള്ളൂ, നീ എവിടെ സംസാരിച്ചാലും കൊള്ളാം. അപ്പൊ ഈ ജനങ്ങൾ പറഞ്ഞ് അപ്പാടി വിശ്വസിക്കുന്ന ആളാ നിങ്ങൾ അല്ലേ? ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. അതാണ് അവര് പറഞ്ഞത്. അതേപോലെ നിങ്ങൾ വിശ്വസിക്കും. നിങ്ങൾക്ക് ധൈര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുക ഞാൻ ചോദിക്കട്ടെ. ധൈര്യത്തില് 10 കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്, ഒരു കാര്യം. വാട്ട് ഇസ് ദാറ്റ് വൺ തിങ് ദാറ്റ് യു ക്യാൻ ഡു വിത്ത് ഫുൾ കോൺഫിഡൻസ് ആൻഡ് കറേജ്? ഒരു കാര്യം. ടീച്ച് ചെയ്ത് നോക്കും കുട്ടികളെ. ഓക്കെ, ഏത് കുട്ടികളെ? കുട്ടികളാണല്ലോ ഇപ്പൊ ആദ്യം നമ്മള് നിന്ന്. ടെൽ മീ, ഏത് കുട്ടികളെ? പ്രൈമറി. ഓക്കെ, അത് ഞാൻ എന്റെ സിസ്റ്റേഴ്സിന്റെ മക്കളെ പഠിപ്പിക്കുമായിരുന്നു. ഓക്കെ, അല്ല ഞാൻ അതും ചോദിച്ചില്ല. ഹിസ്റ്ററി ഞാൻ ചോദിച്ചില്ല. ഇത് റൂഡായിട്ട് തോന്നരുത്. എനിക്ക് നിങ്ങളെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് പ്രൈമറി കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രൈമറി ക്ലാസ്സുകൾ ഒരുപാട് നടക്കുന്നുണ്ട്, ഓഫ്ലൈനിൽ നടക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ പറഞ്ഞത്. അതൊരു കാര്യമുണ്ടോ? അതിപ്പോ ഈ ഏരിയയില് ഒരുപാട് പേര് ഓഫ്ലൈൻ നടത്തുന്നുണ്ടെന്നാ പറയുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പക്ഷെ അതില് എന്റെ റോൾ എടുത്താല് അതിലെത്ര പേര് വരും? ഞാനിപ്പോ ഓൺലൈനിൽ ക്ലാസ് തുടങ്ങിയാൽ അതിലെത്ര പേര് വരും എന്നുള്ളതിനെ കുറിച്ച്. കാരണം ഈ ഏരിയയിൽ എല്ലാവരും ടോപ്പ് നോക്കി പോകുന്ന ഒരു ഏരിയയാണ് ഇവിടെ. നിങ്ങൾ ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. ആ ക്ലാരിറ്റി ഇല്ല നിങ്ങൾക്ക്. ആ ക്ലാരിറ്റി വരുത്താൻ എന്നുണ്ടെങ്കിൽ 10 കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കരുത്. ഒരു കാര്യം മാത്രം ആലോചിക്കുക, എന്താണ് ഞാൻ ചെയ്യേണ്ടത്. നിങ്ങൾ എന്താണ് നീറ്റും മറ്റതൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞു, പർപ്പസ് പറഞ്ഞു, ജോബ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. നിങ്ങൾ ഫോക്കസ്ഡ് അല്ല. അപ്പോൾ ഫോക്കസ് ചെയ്യാൻ ഞാൻ വീണ്ടും ഒരു ചാൻസ് കൊടുത്തിട്ട് നിങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഞാൻ നിർത്തും. ഫോക്കസ് ചെയ്യാണ്ട് ഒരു ലാസ്റ്റ് ചാൻസ് ഞാൻ തരാം. വാട്ട് ഈസ് ദാറ്റ് യു വാണ്ട് ടു ഡു? എന്താണ് മോട്ടിവേറ്ററോ? ഓക്കെ, എങ്ങനത്തെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യണം നിങ്ങൾക്ക് താല്പര്യം? ഓക്കെ, ഗ്രേറ്റ്, വെരി ഗുഡ്. കാരണം നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് സംസാരിച്ചൂടെ നിങ്ങൾക്ക്? ഓക്കെ, അതെങ്ങനെയാണ് നിങ്ങൾ അവരിൽ കൊണ്ടുവരുന്നത്? എൻ്റെ ടീം മെമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾ ഒന്ന് യൂട്യൂബിൽ പോയി നോക്കിയാൽ മതി. നെയിം ഇസ് ഷമീറ ബുഖാരി ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാം നിമി ഉണ്ട്, യു കൻ ഗോ ആൻഡ് സി. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി കാണുന്ന ഷഹനാസ് നിങ്ങൾ കാണാം, ഷഹനാസ് അലി. ഇവരൊക്കെ ടോപ്പ് കോച്ചസാണ്. അതൊക്കെ എൻ്റെ നമ്മളെ സെയിം ബ്രാഞ്ചിൽ നിന്ന് പോയ കുട്ടികളാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കണത്, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇവരൊക്കെ മുഖം കാണിക്കുന്നുണ്ട്. ഇവരൊക്കെ ലേഡീസ് വിമൻ എംപവർമെൻറ്റ് കോച്ചാണ് ഒരാൾ, ഡീലിംഗ് ഓൺലി വിത്ത് വിമൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? Give me one answer, okay? We don't beat around the bush. ഞാൻ എൻ്റെ സംസാരം കേട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. എനിക്ക് നിങ്ങളോട് സ്നേഹമുള്ള കാരണം ഞാൻ അങ്ങനെ സംസാരിക്കേണ്ടത്. അത് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, പൊട്ടൻഷ്യൽ പുറത്ത് കൊണ്ടുവരാൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? This is a challenging question. What is that you can do? I want to bring some people like me who are beautiful. ഇതുവരെ നിങ്ങൾ സംസാരിച്ചില്ല ഏറ്റവും പക്വതയോടുകൂടി, മെച്യൂരിറ്റിയോടുകൂടി നിങ്ങൾ സംസാരിച്ച വാക്കാണിത്. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാം?
ഇപ്പോ ഒരുപാട് ചാലഞ്ചസ് ഞാൻ എന്റെ ലൈഫിൽ ഫേസ് ഇല്ല ചെയ്തിട്ടുണ്ട്. ഇല്ല ഒരു ബോർണൗട്ട് ആയി. ഡോണ്ട് ഗോ ബാക്ക് ഡോണ്ട് ഗോ ബാക്ക് ഡോണ്ട് ഗോ ബാക്ക്. ഞാൻ ഇപ്പോൾ നിങ്ങളെ ഹുക്ക് ചെയ്ത് വെച്ചിട്ടില്ല. ഡോണ്ട് ഗോ ബാക്ക് നൗ. ടെൽ മീ വാട്ട് ഇസ് ദാറ്റ് യു ക്യാൻ പ്രൊവൈഡ്. Ladies who go down or honored in their life. Okay, how can you help them? I should think I should have to bring up them by Okay, but motivating. how? My question is how. Mm, What is that you can do? I know that you have got a lot of talent. You have gone through a lot of pain and so forth. I know, I do understand that. But my question is, how can you provide your knowledge to those people? എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ആ നോളജ്? I should educate first myself. You should, once again, you should. Educate myself. Okay, education ഇത്രയും കാലം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. വേറെ എന്ത് എഡ്യൂക്കേഷൻ ആണ്? എക്സ്പീരിയൻസ് ആൻഡ് ലൈഫ് ഇസ് ദ ബിഗ്ഗസ്റ്റ് എഡ്യൂക്കേഷൻ. ഡു യു അഗ്രി ടു ദാറ്റ്? Yes, I അപ്പൊ agree. വീണ്ടും വീണ്ടും പഠിക്കാൻ പോകണ്ട. ഇത് ചിലരുണ്ട് വെറും പഠിത്ത പുഴുക്കളായിട്ട് ഇങ്ങനെ നടക്കും. പക്ഷേ Want to learn. ഈ law of attraction അതിനൊക്കെ നിങ്ങൾ വെറുതെ നിങ്ങൾ കൊണ്ട് ടൈം കളയരുത്. ഞാൻ ലോ ഓഫ് അട്രാക്ഷന്റെ എതിരല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ്, ഇത്രയും വർഷം നിങ്ങൾ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എക്സ്പീരിയൻസ് ഉണ്ട്. അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക്. അതെ. അത് യെസ് ഓർ നോ ആണ്. നിങ്ങൾ ഇനി പുതിയതായിട്ടൊന്നും പഠിക്കാൻ നിൽക്കണ്ട. അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. അത് പറ്റും. അതെങ്ങനെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാന്നാ എന്റെ ചോദ്യം. ലൈഫിലൊക്കെ എത്ര കുറ്റപ്പെട്ടാലും നമുക്ക് പ്ലീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തരില്ല. ഹൗ ക്യാൻ യു ടീച്ച് ദിസ് ടു സംബഡി എൽസ്? ഹൗ ക്യാൻ യു? ഇപ്പൊ ഞാൻ ചെയ്യണത് കണ്ടില്ല, ഞാൻ ഓൺലൈനിൽ ചെയ്യണത് ത്രൂ സൂം എന്ന് പറയാം. ഹൗ ക്യാൻ യു ഡു ദാറ്റ്? സൂമിൽ എനിക്ക് പറ്റില്ല. സൂമിൽ ഇപ്പൊ ചിലപ്പോ I don't think I have so much. ഓക്കെ, നമ്പർ 2 അത് പറ്റില്ല. പിന്നെ എങ്ങനെ പറ്റും? ലിമിറ്റഡ് ഫ്രണ്ട് സർക്കിൾ ഉള്ളൂ എനിക്ക്. ഓക്കെ, അപ്പൊ പിന്നെ എങ്ങനെ പറ്റും? ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യേണ്ടി വരും. ഓക്കെ, അത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നോ ട്രൈ ബിസിനസ്. ട്രൈ ആണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരരുത്. I don't appreciate anyone who use the word try. My question is, can you do it? Yes or no? My question is, can you do it? Yes or no? No try business. Can you do it? Yes? Either yes or no? Inshallah. Okay. By when? Ramadan. By Ramadan. Okay. What would be the topic? What would be the topic? Ramadan. You should clean your heart. Okay, great. So when ഒരു എത്ര എപ്പിസോഡാണ് നിങ്ങൾ ഇറക്കാൻ പോകുന്നത്? എത്ര വീഡിയോസ്? ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇതിപ്പോ ഈ ഒരു ഇന്നത്തെ ഡേറ്റ് എത്രയാ? ഫെബ്രുവരി എന്താ ഡേറ്റ്? 20. അടുത്ത മാസം 27-ാം തീയതി വരെയുള്ള എൻ്റെ യൂട്യൂബിലുള്ള വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത 27-ാം തീയതി വരെയുള്ള പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതൊക്കെ സ്കെഡ്യൂൾ ചെയ്തിട്ട് യൂട്യൂബിലുണ്ട് ഓൾറെഡി. വൈ? ബിക്കോസ് എല്ലാം പ്ലാൻഡ് ആയിരിക്കണം. അപ്പൊ ഈ ഒരു വീഡിയോ തന്നെ അതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കും വരില്ല, അല്ലെങ്കിൽ അതിന് ശേഷം ആയിരിക്കും എവിടെയെങ്കിലും വരില്ല. ഇറ്റ്സ് ഓൾ ഡൺ. സോ മൈ ക്വസ്റ്റ്യൻ ടു യു ഇസ്, ചുരുങ്ങിയത് എത്ര വീഡിയോ? ഒരു 15 വീഡിയോന്റെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? 15 വീഡിയോ. ഇന്നതായിരിക്കും, ഇന്നത് 15 വീഡിയോസ്. അതിന്റെ ടൈറ്റിൽ, അതായത് ഇന്ന സബ്ജക്റ്റ് ആയിരിക്കും ഞാൻ സംസാരിക്കുക എന്നുള്ളത് അത് പറയാൻ എഴുതി വെക്കാൻ പറ്റും എവിടെയെങ്കിലും? 15 വീഡിയോസിന്റെ ഓരോന്നിനും ഓരോ ടൈറ്റിൽ ആയിരിക്കും അല്ലേ? അതായിരിക്കും, വേറെ ഒരു സബ്ജക്റ്റ് ആയിരിക്കുമല്ലോ. ഒന്ന് ഹാർട്ടാണ് നിങ്ങൾ പറഞ്ഞ, വേറെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ നെക്സ്റ്റ് ഡേ പറയല്ലേ? റൈറ്റ്? പറ്റുമെന്ന് ചോദിക്കണം. ഓക്കെ, എന്നാ ചെയ്യാൻ പറ്റുക? എന്നിട്ട് അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഇറക്കുക. എത്ര മിനിറ്റിന്റെ വീഡിയോ ആയിരിക്കും നിങ്ങളുടെ? 15 minutes. Okay, fine. Long videos, that's absolutely fine. 15 മിനിറ്റ് ലോങ് ആയിരിക്കും അല്ലേ? അതല്ല ഞാൻ പറഞ്ഞത്. വ്യത്യസ്ത വീഡിയോസ് ഉണ്ട്. ചിലത് ഷോർട്ട് വീഡിയോസ് ആണ്, അല്ലെങ്കിൽ ഷോർട്ട് യൂട്യൂബിൽ. ഓക്കെ, ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലാണെങ്കിൽ 1 മിനിറ്റിന് താഴെ പാടുള്ളൂ. അത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ 1.5 മിനിറ്റിന് താഴെ വരാൻ പാടുള്ളൂ. അത് ചെയ്യാൻ പറ്റുമോ? എന്നാ ചെയ്യാൻ പറ്റുക? ടുഡേ എന്റെ മോന് വീട്ടിലുണ്ട്, നാളെ വെള്ളിയാഴ്ച. എന്നാ ചെയ്യാൻ പറ്റാന്നുള്ളത് ശരി.
എന്ത് ചെയ്യാൻ പറ്റും? Do it today. ഓക്കെ, ആ ലിസ്റ്റ് എന്ന് ഉണ്ടാക്കാൻ പറ്റുക? അല്ല, ലിസ്റ്റ് ഇന്ന് ഉണ്ടാക്കാം. ഓക്കെ, ലിസ്റ്റ് എത്ര മണിയാകുമ്പോൾ ഉണ്ടാക്കാം? ലിസ്റ്റ് ഇപ്പൊ ഞാൻ ഇന്ന് ഞാൻ മോന് ഇവിടെ വീട്ടിലുണ്ട്, അപ്പൊ കുഴപ്പമില്ല, ഫ്രീ. By what time you'll finish writing it? By 8 or 9. ഓക്കെ, എനിക്ക് എത്ര മണിക്കാണ് ലിസ്റ്റ് അയച്ചു തരും നിങ്ങൾ? യു ഹാവ് മൈ വാട്സപ്പ് നമ്പർ. എത്ര മണിക്കാണ് അയച്ചു തരും? By 10. 10 tonight? Yeah. ഉറപ്പല്ലേ? Yeah. ഇറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ കഥകൾ, പഴയ കഥകൾ, ടോപ്പിക്സ് ഞാൻ അയക്കണമല്ലേ? അതെ. ഇന്ന് എനിക്ക് ടോപ്പിക് അയക്കാം, ബാക്കിയുള്ള പിന്നെ നോക്കാം. ബാക്കോട്ട് പോയിട്ട് ഓരോരോ കഥകളും മറ്റാൾക്കാർ പറഞ്ഞ് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ കഥകളൊന്നും പറയരുത്. ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാം. ക്ലാരിറ്റി കിട്ടിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയോ? ക്ലാരിറ്റി കിട്ടിയോ? ഇന്ന് എന്ത് ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി കിട്ടിയോ നിങ്ങൾക്ക്? 0 to 10, how much? 10. Are you happy? Yeah, I'm happy. Just stick on to one thing. Don't beat around the bush. നിങ്ങൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്നുണ്ട് കേട്ടോ. അതൊക്കെ മാറ്റി നിർത്താം. ആ ഒരു പിടുത്തം വിടരുത്. Focus on one thing and then do it. Okay. Thank you. Yeah. Thank you very much. You take care of yourself. Bye. Thank you so much.